ദ്രോണ കോച്ചിങ് 2026 സ്വാഗതം. നമുക്ക് ഈ ക്ലാസ്സിൽ പ്രതിപാദിക്കാനുള്ളത് കേന്ദ്ര നാഡീവ്യവസ്ഥ എന്നിവയെക്കുറിച്ചാണ്. മസ്തിഷ്കവും സുഷുമ്നയും ചേരുന്നതാണ് കേന്ദ്ര നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. മസ്തിഷ്കം, സുഷുമ്ന എന്നിവ ചേരുന്നതാണ് കേന്ദ്ര നാഡീവ്യവസ്ഥ. നാഡീവ്യൂഹത്തെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന മുഴുവനായി നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് കേന്ദ്ര നാഡീവ്യവസ്ഥയാണ്. അപ്പം മസ്തിഷ്കം, സുഷുമ്ന എന്നിവ ചേർന്നതാണ് കേന്ദ്ര നാഡീവ്യവസ്ഥ. നാഡീവ്യൂഹത്തെ മുഴുവനായും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് കേന്ദ്ര നാഡീവ്യവസ്ഥയാണ്. ഇനി നാഡീവ്യവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കണം. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം ന്യൂറോണുകൾ അഥവാ നാഡീകോശങ്ങൾ ആണ്. ഈ നാഡീകോശങ്ങൾ മറ്റു കോശങ്ങളിൽ നിന്നും അതിനുള്ള സവിശേഷത എന്ന് പറയുന്നത് ഇതിന് സ്വയം വിഭജന ശേഷിയില്ല എന്നുള്ളതാണ്. അപ്പൊ നാഡീകോശങ്ങൾക്ക് സ്വയം വിഭജന ശേഷി ഇല്ല. അപ്പൊ നാഡീ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം നാഡീകോശങ്ങൾ അല്ലെങ്കിൽ ന്യൂറോണുകളാണ്. ഇവ സ്വയം വിഭജന ശേഷി ഇല്ലാത്തതാണ് മറ്റ് കോശങ്ങളെ അപേക്ഷിച്ച്. ഇനി നാഡീകോശങ്ങളിലൂടെ തലച്ചോറിലേക്കുള്ള ആവേഗങ്ങളുടെ വേഗം സെക്കൻഡിൽ 0.5 മുതൽ 100 മീറ്റർ വരെയാണ്. എന്താണ് പറഞ്ഞത്? നാഡീ വ്യവസ്ഥയിലൂടെ അല്ലെങ്കിൽ നാഡീവ്യൂഹത്തിലൂടെ തലച്ചോറിലേക്കുള്ള ആവേഗങ്ങളുടെ വേഗം സെക്കൻഡിൽ 0.5 മുതൽ 100 മീറ്റർ വരെയാണ്. നാഡീതന്തുവിലെ ചാർജ് വ്യത്യാസം എന്ന് പറയുന്നത് 70 മില്ലി വോൾട്ട് ആണ്. 70 മില്ലി വോൾട്ട് ആണ് നാഡീതന്തുവിനുള്ളിലെ ചാർജ് വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി ഈ നാഡീകോശത്തെ അല്ലെങ്കിൽ ന്യൂറോണിന് ഉള്ള ഭാഗങ്ങൾ ആക്സോണുകൾ, ടെൻഡ്രോണുകൾ, സിനാപ്റ്റിക് നോബുകൾ എന്നിവയാണ് നാഡീകോശത്തിൻ്റെ ഭാഗങ്ങൾ. അപ്പം ന്യൂറോണിൻ്റെ ഭാഗങ്ങളാണ് ആക്സോണുകൾ, ടെൻഡ്രോണുകൾ, അതുപോലെ സിനാപ്റ്റിക് നോബുകൾ എന്നിവ. ഇനി ന്യൂറോണിൻ്റെ നീളം കൂടിയ തന്തുക്കളാണ് ആക്സോണുകൾ എന്ന് അറിയപ്പെടുന്നത്. എന്താണ്? നാഡീകോശത്തിൻ്റെ നീളം കൂടിയ തന്തുക്കളെയാണ് ആക്സോണുകൾ എന്ന് അറിയപ്പെടുന്നത്. ഈ ആക്സോണുകളെ ആവരണം ചെയ്തിരിക്കുന്ന ഭാഗത്തെ മയലിൻ ഷീത്ത് എന്നാണ് പറയുന്നത്. മയലിൻ ഷീത്ത് എന്ന് അറിയപ്പെടുന്നു. ആക്സോണിനെ ആവരണം ചെയ്തിരിക്കുന്ന ഭാഗത്തെയാണ് മയലിൻ ഷീത്ത് എന്ന് പറയുന്നത്. ഈ മയലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കൊഴുപ്പ് കൊണ്ടാണ്. മയലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കൊഴുപ്പ് കൊണ്ടാണ്. അപ്പം ന്യൂറോണിൻ്റെ അല്ലെങ്കിൽ നാഡീകോശത്തിൻ്റെ നീളമുള്ള തന്തുക്കളാണ് ആക്സോണുകൾ. ആക്സോണുകളെ ആവരണം ചെയ്തിരിക്കുന്ന ഭാഗത്തെ മയലിൻ ഷീത്ത് എന്നാണ് പറയുന്നത്. അപ്പം ഇത് കൊഴുപ്പ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി ആക്സോണുകളുടെ അഗ്രഭാഗത്താണ് സിനാപ്റ്റിക് നോബ് കാണപ്പെടുന്നത്. സിനാപ്റ്റിക് നോബ് കാണപ്പെടുന്നത് ആക്സോണിൻ്റെ അഗ്രഭാഗത്ത് ആണ്. ഇനി ഒരു കൂട്ടം ആക്സോണുകളെ യോജക കലകളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് നാഡി എന്ന് പറയുന്നത്. ഒരു കൂട്ടം ആക്സോണുകളെ യോജക കലകളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് നാഡികൾ. നാഡികൾ എന്താണ്? ഒരു കൂട്ടം ആക്സോണുകളെ യോജക കലകളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് നാഡി എന്ന് പറയുന്നത്. ഈ നാഡികളെ പ്രധാനമായും 3ആയി തിരിക്കുന്നു. സംവേദ നാഡി, പ്രേരക നാഡി, സമ്മിശ്ര നാഡി എന്നിവയാണ് നാഡികൾ. ഏതൊക്കെയാണ്? സംവേദ നാഡി, പ്രേരക നാഡി, സമ്മിശ്ര നാഡി. എന്താണ് സംവേദ നാഡി എന്ന് മനസ്സിലാകും.
ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ തലച്ചോറിലോ സുഷുമ്നയിലോ എത്തിക്കുന്ന നാഡികളെയാണ് സംവേദ നാഡികൾ എന്ന് പറയുന്നത്. ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ തലച്ചോറിലോ സുഷുമ്നയിലോ എത്തിക്കുന്ന നാഡികളെയാണ് സംവേദ നാഡികൾ എന്ന് പറയുന്നത്. എന്താണ് പ്രേരക നാഡി? തലച്ചോറിലും സുഷുമ്നയിലും നിന്നുള്ള നിർദ്ദേശങ്ങളെ എല്ലാ അവയവങ്ങളിലേക്ക് എത്തിക്കുന്ന നാഡികളെയാണ് പ്രേരക നാഡികൾ എന്ന് പറയുന്നത്. അപ്പൊ ആവേഗങ്ങളെ തലച്ചോറിൽ നിന്നും ഉള്ള നിർദ്ദേശങ്ങളെ, തലച്ചോറിൽ നിന്നും അതുപോലെ സുഷുമ്നയിൽ നിന്നുമൊക്കെ ഉള്ള നിർദ്ദേശങ്ങളെ ഓരോ അവയവങ്ങളിലേക്ക്, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന നാഡികളെയാണ് പ്രേരക നാഡികൾ എന്ന് പറയുന്നത്. എന്നാൽ സംവേദ നാഡികളുടെയും പ്രേരക നാഡികളുടെയും ധർമ്മങ്ങൾ നിർവഹിക്കുന്ന നാഡികളുണ്ട്. സമ്മിശ്ര നാഡികൾ എന്നാണത് അറിയപ്പെടുന്നത്. അപ്പൊ മൂന്നാമത്തത് സമ്മിശ്ര നാഡിയാണ്. പ്രേരക നാഡികളുടെയും സംവേദ നാഡികളുടെയും ധർമ്മങ്ങൾ നിർവഹിക്കുന്ന നാഡിയാണ് സമ്മിശ്ര നാഡി എന്ന് പറയുന്നത്. ഇനി ഒരു ന്യൂറോണിന്റെ ആക്സോണൈറ്റും മറ്റൊരു ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റുകളും ബന്ധിക്കുന്ന ഭാഗമാണ് സിനാപ്സ് എന്ന് പറയുന്നത്. ഒരു നാഡീകോശത്തിന്റെ ആക്സണൈറ്റും മറ്റൊരു നാഡീകോശത്തിന്റെ ഡെൻഡ്രൈറ്റുകളും തമ്മിൽ ബന്ധിക്കുന്ന ഭാഗത്തെയാണ് സിനാപ്സ് എന്ന് പറയുന്നത്. ഇനി സിനാപ്സിൽ കാണപ്പെടുന്ന നാഡീയ ആവേഗങ്ങൾ അസറ്റൈൽ കൊളീൻ, ഡെപ്പാമിൻ എന്നിവയാണ്. പ്രേക്ഷകം എന്നാണ് അറിയപ്പെടുന്നത്. സിനാപ്സിൽ കാണപ്പെടുന്ന നാഡീയ പ്രേക്ഷകങ്ങളാണ് അസറ്റൈൽ കൊളീനും ഡെപ്പാമിനും. ഇനി അതുപോലെ പറയുന്നത് ആക്സോണിനെ പൊതിഞ്ഞിരിക്കുന്ന മയലിൻ ഷീത്ത്, അതിൻ്റെ നിറം എന്താണെന്ന് ചോദിക്കും. മയലിൻ ഷീത്തിൻ്റെ നിറം, ആക്സോണിനെ പൊതിഞ്ഞിരിക്കുന്ന മയലിൻ ഷീത്തിൻ്റെ നിറം വെളുപ്പ് നിറം ആണ്. മയലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശ വ്യവസ്ഥയെ ഗ്രേ മാറ്റർ എന്നും, മയലിൻ ഷീത്ത് കാണപ്പെടുന്ന നാഡീകോശ വ്യവസ്ഥയെ വൈറ്റ് മാറ്റർ എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പം ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും, മയലിൻ ഷീത്തിൻ്റെ അഭാവമുള്ളതാണ് ഗ്രേ മാറ്റർ. അങ്ങനെയുള്ള നാഡീകോശ വ്യവസ്ഥയാണ് ഗ്രേ മാറ്റർ. എന്നാൽ വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത് മയലിൻ ഷീത്തോട് കൂടിയ നാഡീകോശ വ്യവസ്ഥയെയാണ് വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത്. ഈ 11ാം ശിരോനാഡി എന്നറിയപ്പെടുന്നത് ഒരു പ്രേരക നാഡി ആണ്. 11ാം ശിരോനാഡി എന്നറിയപ്പെടുന്നത് പ്രേരക നാഡിയാണ്. എന്നാൽ വാഗസ് നാഡി, 10ാം ശിരോനാഡി, സുഷുമ്നാ നാഡി